അപ്പോൾ എന്തായാലും നമ്മൾ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ, സംശയമൊന്നുമില്ലല്ലോ അല്ലേ? പുള്ളിയാണല്ലോ മെയിൻ. കെജ്രിവാളിന് നേരെ ആക്രമണം പിന്നിൽ BJP എന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്. ന്യൂഡൽഹി സംസ്ഥാനത്ത് പദയാത്ര നടത്തുന്ന മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നേരെ ആക്രമണം. സംഭവത്തിന് പിന്നിൽ BJP ആണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുകയാണ്. അശോക് ദാ എന്നയാളാണ് ആക്രമണം നടത്തിയത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. തെക്കൻ ഡൽഹിയിലെ മാളവ്യ നഗറിലൂടെ പ്രവർത്തകർക്കൊപ്പം നടന്നു വരുന്നതിനിടയിലായിരുന്നു സംഭവം. അശോകിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചുമാറ്റി. ആം ആദ്മി പ്രവർത്തകർ ഇയാളെ മർദ്ദിക്കുന്നതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ ക്രമസമാധാനം താറുമാറിലാണെന്നും കേന്ദ്ര സർക്കാരോ ആഭ്യന്തരമന്ത്രിയോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആം ആദ്മി നേതാവ് സൗരഭ് ഭരദ്വാജ് ആരോപിച്ചു. മുൻ മുഖ്യമന്ത്രിക്ക് പോലും സുരക്ഷയില്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ അവസ്ഥ എന്താണെന്നും ആം ആദ്മി പാർട്ടി എക്സിൽ കുറിച്ചു. ശരിയാണ്, മുൻ മുഖ്യമന്ത്രി പോലും വഴിയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആക്രമണം വരുവാണെങ്കിൽ അതൊരു പൗരനിൽ നിന്നോ മറ്റോ ആക്രമണം, ഒരു വ്യക്തിയിൽ നിന്നൊക്കെ ആക്രമണം വരുവാണ്, പിന്നെ ജനങ്ങളുടെ കാര്യം പറയാനുണ്ടോ? അല്ലേ? അപ്പൊ അതൊരു വധശ്രമം പോലെ ആയിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡൽഹിയിൽ ക്രമസമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി അങ്ങുള്ള ആഭ്യന്തരം രാജ്യത്തിന്റെ ഭാഗം തന്നെയാണ് ഡൽഹി. അപ്പൊ അതിനുള്ള ഒരു പ്രശ്നപരിഹാരം ആം ആദ്മി പാർട്ടി തേടുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലും അവർ തിരിച്ച് അതിന് ഒരു മറുപടിയോ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഡൽഹി ഒരു കലുഷിതമായ ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുലുഷിതം അല്ലല്ല, ഇത് കലുഷിതമായ ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മണിപ്പൂർ ആവാതിരിക്കട്ടെ ദൈവമേ, അല്ലേ? ആവാതിരിക്കട്ടെ തീർച്ചയായിട്ടും.